ഇടതുപക്ഷം ഭരണത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഭൂരിഭാഗം മാധ്യമങ്ങളും വാർത്തകളെ നോക്കിക്കാണുന്ന ആംഗിളിൽ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് UDF അധികാരത്തിലെത്തിയതിനു ശേഷം കുറെ വാഴ്ത്തിപ്പാടലും UDFന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്, വെളുപ്പിക്കലും വിമർശനങ്ങളില്ലാത്ത രീതിയും ഒക്കെ മാധ്യമങ്ങൾ തിരഞ്ഞെടുക്കുന്ന പോലൊരു തോന്നലാണ് ഇപ്പോൾ ഉള്ളത്. വൈരാഗ്യ ബുദ്ധിയോടെ ഇടതുപക്ഷത്തിനെതിരെ ഒരു നറേറ്റീവ് മാധ്യമങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നുണ്ടോ എന്നും തോന്നുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. UDF വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തിയപ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഒരു ഘട്ടം വരെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി പിടിവലിയായിരുന്നു. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു എന്നുവരെ UDF വൃത്തങ്ങളിൽ വാർത്ത വന്നിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് മാധ്യമങ്ങൾ മുഴുക്കി VD സതീശിന് വേണ്ടിയുള്ള പ്രകടനങ്ങളുടെ കാഴ്ചയായിരുന്നു. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി കേരളം ഒട്ടാകെ പ്രകടനങ്ങളും പ്രശ്നങ്ങളുമായി പ്രവർത്തകരും ജനങ്ങളും അണിനിരുന്നു എന്ന വാർത്തകളൊക്കെ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്നല്ലോ. അങ്ങനെ ജനാധിപത്യപരമായി, പ്രത്യേകം ശ്രദ്ധിക്കണം, ജനാധിപത്യപരമായി ജനഹിതത്തിന് വഴങ്ങി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം നമ്മുടെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? VD സതീശിന് വേണ്ടി കരഞ്ഞത് മാധ്യമങ്ങളല്ലേ എന്ന് അവർ മാധ്യമങ്ങളോട് തന്നെ ചോദിച്ചിരുന്നു. സോ ഇപ്പോഴത്തെ ഈ വാഴ്ത്തലും പൊക്കി പറച്ചിലും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതൊരു മീഡിയ നറേറ്റീവിന്റെ ഭാഗമല്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. ഇടതുപക്ഷത്തെയും UDFനെയും മാധ്യമങ്ങൾ കാണുന്ന രീതി കൂടി പരിശോധിച്ചാൽ ആ അന്തരം മനസ്സിലാകും. ഇടതുപക്ഷ ഭരണകാലത്ത് അവർക്ക് പറ്റിയ ചെറിയ തെറ്റുകൾ പോലും വലിയ വാർത്തയാക്കി മാറ്റിയിരുന്ന മാധ്യമങ്ങൾ UDFന്റെ വിഷയങ്ങളിൽ എത്തിയപ്പോൾ ആ ജാഗ്രത കാണിക്കുന്നില്ല. ഒരു വശത്ത് ഒരു തരി പോലും പോരായ്മകൾ പാടില്ല എന്ന മാധ്യമങ്ങൾ നിരന്തരം വാശി പിടിക്കുകയും, എന്നാൽ UDFന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രി ചിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ എല്ലാം സെറ്റ് എന്ന മട്ടിലാണ്. ഇതിനിടയ്ക്ക് വേറെ ചില കാര്യങ്ങൾ കൂടി നടപ്പാക്കാനുള്ള ശ്രമങ്ങളും മാധ്യമങ്ങൾ ചെയ്യുന്നുണ്ട്. BJPയെയും RSSനെയും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമാക്കി മാറ്റാൻ ചില മാധ്യമങ്ങൾ ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ പ്രചാരണങ്ങൾ നടക്കുന്നത്. പിണറായി വിജയനെ എങ്ങനെയെങ്കിലും മോശക്കാരനാക്കി ചിത്രീകരിച്ചാൽ മാത്രമേ മുകളിൽ പറഞ്ഞ ലക്ഷ്യം നടക്കുമെന്നാണ് മാധ്യമധാരണ. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ ഇപ്പോൾ രണ്ട് വശങ്ങളായി തിരിഞ്ഞിട്ടുണ്ട്. ഒന്ന്, CPM പറയുന്നത് മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്നവർ. രണ്ട്, CPMനെ എന്ത് വന്നാലും എതിർക്കുന്നവർ. മാധ്യമങ്ങൾ ഈ രണ്ടു കൂട്ടരെയും തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഒരു വാർത്തയെ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് മാധ്യമങ്ങൾ സ്വയം തീരുമാനിക്കുന്നുണ്ട്. അതായത് ഒരു വാർത്ത കേൾക്കുമ്പോൾ പ്രേക്ഷകന് എന്ത് തോന്നണമെന്ന് മാധ്യമങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു കാര്യം, ആരെ തകർക്കണം, ആരെ വളർത്തണം എന്നത് മാധ്യമങ്ങളുടെ തീരുമാനമാണെന്നും തോന്നിയിട്ടുണ്ട്. ഒരു പെൺകുട്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ സംഭവം മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി ദിവസങ്ങളോളം ചർച്ച ചെയ്തു. എന്നാൽ അതേസമയം നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിനും വേണ്ട പ്രാധാന്യം കൊടുക്കാതെ അവരത് വിട്ടുകളഞ്ഞു. എന്തുകൊണ്ട്? ഒരു സർട്ടിഫിക്കറ്റ് വിഷയത്തിന് കൊടുക്കുന്ന അത്ര പ്രാധാന്യം പോലും മനുഷ്യജീവന് അവർ കൊടുക്കുന്നില്ല എന്നല്ല ഇതിനർത്ഥം. ഇടതുപക്ഷം ഒരു കാലത്ത് ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ശക്തിയായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് സ്വന്തം നിലപാടുകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. ആളുകൾ കാണുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത്. ആ കാണിക്കുന്ന കാര്യങ്ങളിൽ പോലും വ്യക്തത വരുത്താൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല. ആശയവിനിമയം നടത്താൻ ഉണ്ടായിരുന്ന പഴയ രീതികൾ ഇന്നില്ല. കല്ലച്ചിൽ നോട്ടീസ് അടിച്ചും ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയിരുന്ന കാലം പോയി. സോഷ്യൽ മീഡിയയുടെ ബഹളത്തിൽ കാര്യങ്ങളെ യുക്തിഭദ്രമായി അവതരിപ്പിക്കാൻ അവർ മറന്നുപോയിട്ടുണ്ട്. നമ്മൾ പേടിക്കേണ്ടത് അധികാരം മാറുന്നതിനെ കുറിച്ചല്ല, മറിച്ച് നമ്മുടെ യുക്തിബോധം നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ്. എന്ത് ശരി, എന്ത് തെറ്റെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഒരു വാർത്ത കണ്ടാൽ അതിനെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാതെ അതിനു മുൻപ് അതിന്റെ പിന്നിലെ സത്യം എന്താണെന്ന് ചോദിക്കാൻ നമ്മൾ മടിക്കുന്നു. ഇടതുപക്ഷത്തെ വിമർശിക്കുന്നവർക്ക് പോലും ആ ഉത്തരവാദിത്വമുണ്ട്. ഒരു ഓൾട്ടർനേറ്റീവ് എന്ത് എന്നവർ ചിന്തിക്കുന്നുണ്ടോ? വെറുതെ വിമർശനം മാത്രം പോരാ, അതിനപ്പുറം കാര്യങ്ങളെ യുക്തിഭദ്രമായി കാണാൻ സാധിക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് വേണ്ട നറേറ്റീവുകൾ നിർമ്മിക്കുമ്പോൾ അതിൽ വീണു പോകുന്നത് സാധാരണക്കാരായ നമ്മളാണ്. കാണിക്കേണ്ട കാര്യങ്ങൾ യുക്തിഭദ്രമായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും കഴിയണം. അല്ലെങ്കിൽ നമ്മൾ കണ്ടുമെടുക്കുന്ന ആവർത്തന വിരസമായ വാർത്തകൾക്കായി ഇനിയും സമയം കളയേണ്ടി വരും. കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങുമ്പോൾ മാത്രമേ ഇവിടുത്തെ രാഷ്ട്രീയവും മാധ്യമങ്ങളും ഒരേപോലെ മാറാൻ തയ്യാറാവൂ.